സോ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ഫോട്ടോഗ്രാഫി ടിപ്സ് ആണ്. 5 ഫോട്ടോഗ്രാഫി ടിപ്സ്. സോ യു വിൽ ഷ്യൂർലി ലൈക്ക് ഇറ്റ്. സോ ദ ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്. അപ്പോൾ ഈ ടിപ്സൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, ചിലപ്പോൾ അറിയാത്തതായിരിക്കും. സോ അറിയണതാണെങ്കിൽ ഒന്നുകൂടി കാണുക, അറിയാത്തതാണെങ്കിൽ വെച്ച് ചിലപ്പോൾ ഷുവറായിട്ട് നിങ്ങൾക്ക് ഈ ഫോട്ടോഗ്രാഫിയുടെ നിങ്ങളുടെ ഒരു ലെവലിലെ ടിപ്സ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ലെറ്റ്സ് ഡു ഇറ്റ്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടേക്കിംഗ് എ ഫോട്ടോ വൈഡർ. എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഫോട്ടോ ഒരു സ്ഥലത്ത് പോയി നിന്നിട്ട് എടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ അതിൻ്റെ ഫുൾ ഫ്രെയിമിൽ നമുക്ക് കിട്ടണമെന്നില്ല. സോ ആ ഫുൾ ഫ്രെയിമിൽ കിട്ടണമെന്ന് വെച്ചാൽ നമ്മൾ എന്താ ചെയ്യുക, സിമ്പിളായിട്ട് നമ്മുടെ ഫോണിനകത്ത് പനോരമ മോഡ് ഉണ്ടാവും. കുറേ പേർക്ക് അറിയില്ലായിരിക്കും, അറിയുന്നവരോട് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. പനോരമ പറഞ്ഞിട്ടൊരു ഓപ്ഷനുണ്ട്. ആ പനോരമ ഓപ്പൺ ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് അടുത്ത് ചെന്നിട്ട് തന്നെ ആ ഫോട്ടോ നമുക്ക് എത്രത്തോളം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം മാക്സിമം ഇൻക്ലൂഡ് ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ട്രിക്കാണ് ഈ പനോരമ മോഡ്. സോ ദാറ്റ്സ് മൈ ടിപ്പ് നമ്പർ 1. ഓക്കെ, ആൻഡ് ടിപ്പ് നമ്പർ 2 എന്ന് പറയുന്നത് നമ്മുടെ ടൈം ലാപ്സ് ആണ്. ടൈം ലാപ്സ് എന്ന് പറയുന്നത് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് വലിയ വീഡിയോ എടുക്കണ ഫോണിൽ നമ്മൾ ചുമ്മാ വീഡിയോ എടുക്കുമ്പോൾ നിറയെ മെമ്മറി ലോസാണ്. നമുക്ക് ഒരു വീഡിയോ എടുക്കുമ്പോൾ തന്നെ MB പോലെ ഇങ്ങനെ മെമ്മറി പോയിക്കൊണ്ടിരിക്കും. സോ അതൊന്നും ഇല്ലാതെ ടൈം ലാപ്സ് വലിയ വീഡിയോ എടുക്കുമ്പോൾ ടൈം ലാപ്സ് യൂസ് ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് നല്ലപോലെ മെമ്മറി സേവ് ചെയ്യാം, പിന്നെ കാണാനും അടിപൊളിയായിരിക്കും. സോ ടൈം ലാപ്സിന് ബെറ്റർ എന്ന് പറയുന്നത് ഹൈപ്പർ ലാപ്സാണ്. ഹൈപ്പർ ലാപ്സ് എന്ന് പറഞ്ഞാൽ ടൈം ലാപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരിടം വെച്ചിട്ട് എടുക്കണം, ഇല്ല വെച്ചാൽ ഒരു കോമഡി തോന്നും. സോ ഹൈപ്പർ ലാപ്സ് എന്ന് പറയുന്നത് നമ്മൾ എടുത്തിട്ട് മിനിമം ഷേക്കിൽ, ഞാൻ അവിടെ കാണിച്ചിട്ടുണ്ട്, മിനിമം ഷേക്കിൽ നമ്മൾ ഫോണ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്നതാണ് ഹൈപ്പർ ലാപ്സ്. സോ എന്തുകൊണ്ടും നോർമൽ ബോറിങ് വീഡിയോ എടുക്കുന്നതിനേക്കാൾ എത്രയോ ബെറ്ററാണ് ഒരു ടൈം ലാപ്സ് എടുക്കുന്നത്, അല്ലേ? ഓക്കെ, ദാറ്റ്സ് മൈ ടിപ്പ് നമ്പർ 2. ആൻഡ് മൈ ടിപ്പ് നമ്പർ 3 എന്ന് പറയുന്നത് നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇമേജിനെ എങ്ങനെ ഫോട്ടോ എടുക്കാം. മൂവ് ചെയ്ത് എന്ത് സാധനം ഇപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കണം, അതിനിപ്പോൾ നമ്മളെങ്ങനെ ഫോട്ടോ എടുക്കാമെന്ന്. ഓക്കെ, ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു സാധനം ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കണം, അതിന് ഫോട്ടോ എടുക്കാൻ നോക്കി കറക്റ്റ് ഒരു ഫ്രെയിമിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു സംഭവം യൂസ് ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും. ആൻഡ് ദിസ് ഈസ് കോൾഡ് ബേഴ്സ് മോഡ്. നമുക്ക് കുറേ പേർക്ക് അറിയാം, ഞാൻ സ്റ്റാർട്ടിങ്ങിലേ പറഞ്ഞ അറിയാത്തവരും കാണുന്നത്. സോ അറിയണവർ ഓക്കെ, അറിയാത്തവരാണെന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മുടെ ഫോണിലെ ക്യാമറയിൽ അമർത്തി പിടിച്ചെന്ന് വെച്ചാൽ കുറേ ഫോട്ടോസ് അറ്റ് എ ടൈം നമുക്ക് എടുക്കാൻ പറ്റും. സോ മൂവ് ചെയ്യുന്ന ഒരു സാധനത്തിന് നമുക്ക് ഫോട്ടോ എടുക്കാമെന്ന് വെച്ചാൽ ചുമ്മാ ഫോൺ ഓൺ ചെയ്തുകൊണ്ട് ക്യാമറ ആ ബട്ടണിൽ അമർത്തി പിടിച്ച് നമുക്ക് കുറേ ഫോട്ടോ അടുപ്പിച്ച് കിട്ടും. സോ ദാറ്റ്സ് സിമ്പിൾ ആൻഡ് ഈസി. സോ അതിന് നമുക്ക് പറ്റിയൊരു ഫോട്ടോ അതിന് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. സോ ദാറ്റ്സ് മൈ ടിപ്പ് നമ്പർ 3. ഓ യാ. സോ 4th ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഫിഷ് ഐ. നമ്മൾ കുറേ പേർക്ക് ഈ ഗോപ്രോ അല്ല വെച്ചാൽ ആക്ഷൻ ക്യാമറ യൂസ് ചെയ്തിട്ട് അങ്ങനെ ഫിഷ് ഐ എടുക്കാൻ നമ്മൾ കുറേ ഇവിടെ കണ്ടിട്ടുണ്ട്. ഗോപ്രോ യൂസ് ചെയ്തിട്ടുള്ള ഫിഷ് ഐ ഇമേജസ് ഒക്കെ അങ്ങനെ സൈഡൊക്കെ ഇങ്ങനെ എന്താ പറയുക, അങ്ങനെ ബ്ലെൻഡ് ആയിട്ടുള്ളൊരു ഇമേജസ്. സോ ഇത് നമ്മുടെ ഫോണിനകത്ത് തേർഡ് പാർട്ടി ആപ്പ് യൂസ് ചെയ്ത് എങ്ങനെ എടുക്കാൻ പറ്റുന്നതാണ് ഞാനിപ്പോൾ പറയുന്നത്. സിമ്പിൾ ആൻഡ് ക്ലീൻ എന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് ടിപ്പിൽ പറഞ്ഞ പോലെ പനോരമ ഓപ്പൺ ചെയ്യുന്നു, നമുക്ക് ആവശ്യമായിട്ടുള്ള ഇമേജ് മാത്രം എടുക്കുന്നു. ലൈക്ക് പനോരമയിൽ നമുക്ക് ആവശ്യമുള്ള ഇമേജ് എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം ക്രോപ്പ് ചെയ്ത് എടുക്കുന്നു. സോ നിങ്ങൾക്കത് കാണാൻ പറ്റും, ഇതൊരു ബ്ലെൻഡായിട്ടുള്ളൊരു ഫിഷ് ഇമേജ് പോലെ നമുക്ക് കിട്ടുന്നുണ്ട്. സിമ്പിൾ അല്ലേ? സോ ദാറ്റ്സ് കോൾ ഇറ്റ് ടിപ്പ് നമ്പർ 4. ഓക്കെ, സീ യു ഓൺ ടിപ്പ് നമ്പർ 5. സോ മൈ ടിപ്പ് നമ്പർ 5 എന്ന് പറയുന്നത് മിറർ എഫക്റ്റ്. ഇതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള പേര് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ഇതിനെ വിളിക്കുന്നത് മിറർ എഫക്റ്റ് എന്നാണ്. ശരി, ഓക്കെ. മിറർ എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫോണിലെ ക്യാമറ ഉണ്ടല്ലോ, അതിന് താഴെ നമ്മൾ റിഫ്ലക്റ്റിംഗ് ആയിട്ടുള്ളൊരു ഒബ്ജക്റ്റ് വെക്കാം. സിമ്പിളായിട്ട് നമ്മളിപ്പോൾ ഫോണിൻ്റെ താഴെ തന്നെ വേറൊരു ഫോൺ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ കൂടി ബെറ്റർ ആയിട്ടുള്ളത് കിട്ടും. ഇല്ലാച്ച റിഫ്ലക്റ്റിംഗ് ആയിട്ടുള്ള ഞാനിവിടെ എൻ്റെ ചെറിയ ക്യാമറ ഉണ്ടല്ലോ അതിൻ്റെ സ്ക്രീനാണ് വെച്ചിട്ടുള്ളത്. സോ ബെറ്റർ ആയിട്ടുള്ള ഇമേജ് നമുക്ക് ഇങ്ങനൊരു വ്യൂ യൂസ് ചെയ്തെന്ന് വെച്ചാൽ അടിപൊളിയായിട്ടുള്ള ഇമേജ് കിട്ടും. സോ ദാറ്റ്സ് മൈ ടിപ്പ് നമ്പർ 5. സോ നിങ്ങൾക്ക് ഈ ടിപ്സ് എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ ഈ 5 ടിപ്സിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങളുടെ ഫോട്ടോഗ്രാഫിയിൽ ഐഡിയയിൽ എവിടെയെങ്കിലും യൂസ് ആണെന്ന് വിചാരിക്കുന്നു. സോ ഐ ബി ബാക്ക് ഇൻ എ നെക്സ്റ്റ് വീഡിയോ. കുറച്ച് ദിവസത്തിനുള്ളിൽ വരാം. ഓക്കെ, ബൈ. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.